ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബബൂസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴവും മുട്ടയും യൂസ് ചെയ്തിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചിരുന്നത്. 3 മുട്ട, പിന്നെ ഉപ്പ്, പഞ്ചസാര, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ നേന്ത്രപ്പഴം, പിന്നെ ഏലക്കായ. ഇനി വേറൊരു പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നേന്ത്രപ്പഴമാണ്. ചെറുതായി നുറുക്കി വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം, അതിനായി വേണ്ടിയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക്. ഇത് ഈ രീതിയിലാവണം. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചിടുകയാണ്. എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. 3 മുട്ടയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ 3 മുട്ടയും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ വാട്ടിയ നേന്ത്രപ്പഴം ഒന്ന് ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ആയി വരണം. പിന്നെ വേറെ ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ പഴത്തിൻ്റെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം. ഇനി വേറെ ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം നമ്മളുടെ ഈ പാത്രം അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ പഴക്കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് വളരെ സോഫ്റ്റിയാണ്. നമുക്ക് റവ കേക്കാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് 3 മുട്ട, പിന്നെ റവ, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ ഏലക്ക പൊടിച്ചത്, പിന്നെ പഞ്ചസാര.
പാത്രത്തിലേക്ക് നമ്മുടെ 3 മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. മുട്ടയും പൊട്ടിച്ചെടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഏലക്ക പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് വൈറ്റ് കളറിലായി വരണം. ഇനി നമ്മൾക്ക് റവ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വറുത്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി നമ്മളുടെ ബീറ്റ് ചെയ്തതിലേക്ക് ഈ റവ വറുത്തെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവൻ റവയും ഇതിലേക്ക് ഇട്ടു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ഈ റവക്കൂട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും വേറൊരു പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ സോഫ്റ്റിയും ടേസ്റ്റിയുമായ നമ്മുടെ റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പഴക്കേക്കും റവ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണിൽ ഓളും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബൈ. താങ്ക് യു.